അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഈ ആഭ്യന്തര അന്വേഷണം കൂടി പ്രഖ്യാപിച്ചൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ കാണാതായ ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെത്തിയതോടെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെ? വർഷ, തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ പിറകുവശത്തുള്ള, അതായത് വിമാനത്തിൻ്റെ പുറകുവശത്തുള്ള ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ബോക്സ്, അതായത് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള ഒരു തിരച്ചിൽ സേനാ വിഭാഗങ്ങളുടെയും അതോടൊപ്പം AIIGയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഹോസ്റ്റലിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾക്കായി ഈ ബ്ലാക്ക് ബോക്സുകളെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം, അതായത് ഈ പരിശോധനകൾക്ക് വിധേയമാക്കാനുള്ള തുടർ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ദില്ലിയിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ബ്ലാക്ക് ബോക്സ് ഇതിൻ്റെ പരിശോധന നടക്കുക. ആ ബ്ലാക്ക് ബോക്സിൽ നിന്നും പ്രധാനമായും കണ്ടെത്താൻ കഴിയുന്നത് ഈ കോക്പിറ്റും അതോടൊപ്പം ഈ ATSൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതടക്കമുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താകുമെന്നുള്ളത് വെളിവാകുകയും ചെയ്യും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വിദഗ്ധ സമിതികളുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ NIA സംഘവും ഈ മേഖലയിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ 5 അംഗ സംഘമാണ് ഈ ദുരന്തം നടന്നിട്ടുള്ള മേഖല സന്ദർശിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ആഭ്യന്തര അന്വേഷണം വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും NIAയുടെ വിദഗ്ധ സംഘം നൽകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ഏറെ ആശ്വാസകരമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം ഈ ബോയിങ് വിമാനവും അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ NIA സംഘമടക്കം അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമാണ്. അതേസമയം വിമാനത്തിന്റെ കാണാതായ ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെത്തിയതോടെ അന്വേഷണം വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.